മോശം Q1 ബിസിനസ് അപ്ഡേറ്റ്സിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്രാഷായ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കാണ് HDFC ബാങ്ക്. HDFC ബാങ്ക് ഇന്ന് 4.5% ഇടിഞ്ഞ് 1649 ക്ലോസിംഗ് നൽകി. 12 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.32, ഡിവിഡൻഡ് ഈൽഡ് 1.18%. കഴിഞ്ഞ ദിവസം HDFC ബാങ്ക് 1700 രൂപയ്ക്ക് മുകളിലായിരുന്നു ക്ലോസിംഗ് നൽകിയത്. പ്രീവിയസ് ക്ലോസിംഗുമായി നോക്കുമ്പോൾ സ്റ്റോക്ക് ഇന്ന് 5%-അടുത്താണ് ഇടിഞ്ഞിരിക്കുന്നത്. രാവിലത്തെ മോർണിംഗ് അപ്ഡേറ്റിൽ നമ്മൾ HDFC ബാങ്കിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. Q1 ബിസിനസ് അപ്ഡേറ്റ് തികച്ചും നിരാശാജനകമാണ്. ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ഏകദേശം ഫ്ലാറ്റ് ആവുകയും ബാങ്കിൻ്റെ ഗ്രോസ് അഡ്വാൻസ് ക്വാർട്ടർ ഇടിയുകയും ചെയ്തു. 25.08 ട്രില്യണിൽ നിന്നും 24.87 ട്രില്യൺ രൂപയിലേക്കാണ് ബാങ്കിൻ്റെ ഗ്രോസ് അഡ്വാൻസ് ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം ബാങ്കിൻ്റെ കാസ ഡെപ്പോസിറ്റ് ക്വാർട്ടർ 5% ഇടിഞ്ഞു. 38% നിന്നും കാസ 36.5%ലേക്കാണ് ഇടിഞ്ഞത്. റീറ്റെയിൽ ലോൺസ് റേഷ്യോ ഉയർന്നത് ബാങ്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. 18,600 കോടിയിലേക്ക് റീറ്റെയിൽ ലോൺസ് ഉയർന്നിട്ടുണ്ട്. കൂടാതെ കൊമേഴ്സ്യൽ റൂറൽ ബാങ്കിംഗ് ലോൺ 7,200 കോടിക്കടുത്ത് രേഖപ്പെടുത്തി. കോർപ്പറേറ്റ് ആൻഡ് ഹോൾസെയിൽ ലോൺ കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളുടെയും ഏറ്റവും വലിയ കൺസേൺ ബാങ്കിൻ്റെ ക്രെഡിറ്റ് ടു ഡെപ്പോസിറ്റ് റേഷ്യോ ഉയരുന്നത് തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ HDFC ബാങ്ക് എന്ന സ്റ്റോക്കിൽ ഇന്നത്തെ ദിവസം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുകയും ചെയ്തു. ഇനി HDFC ബാങ്ക് ആൾറെഡി ഇന്ന് ക്രാഷായി. ഈ അവസരത്തിൽ HDFC ബാങ്കിൽ പൊസിഷൻ എടുക്കണമോ വേണ്ടയോ എന്നുള്ള ഫാക്റ്റാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത് HDFC ബാങ്ക് എന്ന സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനുള്ള ഒരു മികച്ച അവസരമായി തന്നെയാണ് ഈ ക്രാഷിനെ കുറിച്ച് പറയുന്നത്. കാരണം ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമായിരിക്കും. അത് ആൾറെഡി ഈ Q1 ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനോടുകൂടി ഫാക്റ്റേഡായി. അതേസമയം ആഗസ്റ്റ് മാസത്തിന് മുൻപേ MSCI ഇൻഡെക്സിൽ HDFC ബാങ്കിൽ വളരെ വലിയൊരു ഫണ്ട് ഇൻഫ്ലോ വരാനിരിക്കുന്നത് കൊണ്ട് 1600 എന്ന ലെവൽ HDFC ബാങ്കിൻ്റെ ബോട്ടം സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 1624 ഫിബനാച്ചി റിട്രേസ്മെൻ്റ് ഉണ്ട്. അതിനുശേഷം 1591, അതായത് 1600 എന്ന സോൺ സ്റ്റോക്കിൻ്റെ 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചാണ്. സ്റ്റോക്ക് ഇപ്പോൾ 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1600 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും എന്നാണ് JM ഫിനാൻഷ്യലിൻ്റെ ടെക്നിക്കൽ റിസർച്ച് ഹെഡ് പറയുന്നത്. അതുപോലെ തന്നെ ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് ഹെഡ് പറയുന്നത് 1700, 1740, 1800 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസും 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് സ്റ്റോക്കിൻ്റെ സപ്പോർട്ടുമായി പ്രവർത്തിക്കും. 5 പൈസയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് 1600 സ്റ്റോക്കിൻ്റെ സപ്പോർട്ടും 1600 എന്ന റേഞ്ചിൽ സ്റ്റോക്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ഉണ്ടെന്നാണ്. HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 1720, 1750 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസായി മാറിയേക്കും. ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റും പറയുന്നത് 1600-നടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ടും 1720-നടുത്ത് റെസിസ്റ്റൻസുമാണ്. ഓവറാൾ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളുടെയും റിസർച്ച് റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ 1600-നടുത്ത് സ്റ്റോക്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് HDFC ബാങ്കിന് MSCI ഇൻഡെക്സ് വഴി വളരെ വലിയ ഒരു ഫണ്ട് ഇൻഫ്ലോ വരാനുള്ളതുകൊണ്ട് 1550, 1600 എന്ന സോണിന് താഴെ സ്റ്റോക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഇവിടെ നിന്നും സ്റ്റോക്കിൽ ഏതെങ്കിലും കാരണവശാൽ ബൈയിങ് മൊമെൻറ്റം വരികയാണെങ്കിൽ 1700, 1750 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്